പാട്രിയോട്ട്, മലയാളത്തിൻ്റെ 2 ഗോട്ടുകൾ. അവർക്ക് മേയാൻ പറ്റിയൊരു സ്പേസ് വളരെ ആവറേജായിട്ട് തോന്നി. അതാണ് എനിക്ക് പേഴ്സണലി പാട്രിയോട്ട്. പക്ഷേ 18 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ, മമ്മൂട്ടി ആ ഒരു പില്ലേഴ്സ്, മലയാളത്തിൻ്റെ പില്ലേഴ്സ് ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ സാധാരണ ഒരു പ്രേക്ഷകൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി, അത് കാണാൻ വേണ്ടി തിയേറ്ററിൽ പൈസ കൊടുത്ത് പോവുക മാത്രമല്ല. അഭിപ്രായത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച സിനിമകൾ അയ്യപ്പനും കോശിയും, ആ ഒരു മോഡൽ, അല്ലെങ്കിൽ ആ ഒരു മൂഡ് സിനിമകളൊക്കെയായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വില്ലൻ ഹീറോ, അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ പോലത്തെ, ഇതൊക്കെ ഇവർ സ്ഥിരം ചെയ്യുന്ന റോളിനെ മാറ്റി നിർത്തിയിട്ട് ചെയ്താലാണ് ഇവർ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് കൂടുതലുണ്ടാവുക. ഇതൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ട സിനിമ പോലെ തോന്നി ചില സമയങ്ങളിലൊക്കെ. ഒരു സ്ട്രിക്ട്ലി ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ നല്ലതായിരുന്നു, അവരുടെ കോമ്പിനേഷൻ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. അത് കാണുമ്പോഴാണ് ആ ഒരു സ്പേസ് ഇച്ചിരി ബെറ്റർ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേ ഒന്നും കൂടിയും ഒരു ഗ്രിപ്പിംഗ് ഉണ്ടായിരുന്നെങ്കിൽ, വേറൊരു സ്റ്റോറി ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചു പോയി ആസ് എ ഫാൻ ഓഫ് ദീസ് 2 ലെജൻഡ്സ്.